ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അരിത്തമെറ്റിക് സീക്വൻസ് ഫസ്റ്റ് ചാപ്റ്ററിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 5 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 5 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അരിത്തമെറ്റിക് സീക്വൻസ് എന്താണ് അഥവാ സമാന്തര ശ്രേണി എന്താണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു. എന്താണ് കോമൺ ഡിഫറൻസ് എന്നൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുന്നുണ്ടാവും, കുറേ ബോക്സസ് കാണുന്നുണ്ട് അല്ലേ, ബ്ലൂ കളർ ബോക്സ് കാണുന്നുണ്ട്. എന്താ ചോദ്യം എന്ന് നോക്കാം. ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ഈച്ച് പിക്ചർ? ഓരോ ചതുരത്തിലും എത്ര ചെറിയ സമചതുരങ്ങളുണ്ട്? ചെറിയ സമചതുരങ്ങൾ എണ്ണി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് നമുക്ക് എഴുതി നോക്കാം. ഇവിടെ നമുക്ക് ഓരോന്നും കൗണ്ട് ചെയ്ത് നോക്കാം. ചെറുത് എന്ന് പറയുമ്പോൾ ഇതൊന്ന്, ഇത് 2 അല്ലേ. ഇവിടെ 2 എണ്ണം കാണാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ പിക്ചറിൽ എത്ര സമചതുരം ഉണ്ട്? ചെറുത് 2. ഇനി അടുത്തതിൽ നോക്കുമ്പോൾ 1 2 3 4 4 ചെറിയ സമചതുരങ്ങളുണ്ട്. ഓക്കെ അല്ലേ. അടുത്തത് നോക്കുമ്പോഴോ നോക്കിയേ, എണ്ണി നോക്കൂ. 1 2 3 4 5 6 6 വരുന്നുണ്ട് അല്ലേ. സോ നമുക്ക് എന്ത് എഴുതാം? 6 എന്ന് എഴുതാം. ഇനി നോക്ക്, ഇവിടെ എത്ര എണ്ണം വരുന്നുണ്ട്? 1 2 3 4 5 6 7 8 8 വരുന്നുണ്ട് അല്ലേ. സോ നമുക്ക് എത്ര എണ്ണം എഴുതാം? 8 എന്ന് എഴുതാം. ഓക്കെ അല്ലേ. അപ്പോൾ ഫസ്റ്റ് ചോദ്യത്തിന് ആൻസറായി. ഇത്രയേ ഉള്ളൂ. ഓരോ ചതുരത്തിൽ നമ്മൾ ചെറിയ സമചതുരങ്ങളിലെ സ്ക്വയേഴ്സ് എണ്ണി എന്നിട്ട് നമ്മൾ എഴുതി വെച്ചു, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ചോദ്യം വായിച്ച് നോക്ക്. ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്? എത്ര വലിയ സമചതുരങ്ങളുണ്ട്? ഇനി ചെറുതിൻ്റെ എണ്ണം നോക്കണ്ട, വലുത് എത്ര ഉണ്ട് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കും, ഒന്നാമത്തെ ചിത്രത്തിൽ വലിയ ഈ ഒന്ന് ചെറുതാണ് അല്ലേ, ഇത് രണ്ടും ചെറുതാണ്. ഇത് മൊത്തത്തിൽ സമചതുരാണോ? അല്ല അല്ലേ. സമചതുരത്തിൻ്റെ പ്രത്യേകത എന്താ? സ്ക്വയറിൻ്റെ 4 വശവും തുല്യമായിരിക്കും അല്ലേ. എല്ലാ വശവും തുല്യമായതിനെ സമചതുരം എന്ന് പറയാൻ പറ്റുക. ഇവിടെ പക്ഷേ നീളം കൂടുതലാണ്, ഇവിടെ നീളം കുറവല്ലേ. അപ്പോൾ ഈ വലുത് സമചതുരം അല്ല. അപ്പോൾ ഒന്നാമത്തെ പിക്ചറിൽ ഒറ്റ സമചതുരവും ഇല്ല. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം? 0 എന്ന് എഴുതാം അല്ലേ. ഇനി രണ്ടാമത്തേതിൽ എത്ര വലിയ സമചതുരം ഉണ്ട് നോക്ക്. ഒറ്റ ഒന്നല്ലേ നിങ്ങൾ കാണുന്നുള്ളൂ. ഇതിൽ കൂടുതൽ സമചതുരം ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം? 1. രണ്ടാമത്തെ പിക്ചറിൽ ഒരു സമചതുരം. ഇനി മൂന്നാമത്തെ പിക്ചറിൽ എത്ര സമചതുരം ഉണ്ട് നോക്ക്, ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ നിങ്ങൾ നോക്ക്, എനിക്ക് ഇങ്ങനെ ഒരു സമചതുരം പറഞ്ഞൂടെ, ഇവിടെ ഒരു സമചതുരം. അതേപോലെ എന്ത് ചെയ്യാം? തിരിച്ചു പറഞ്ഞൂടെ? ഇവിടെ കാണുന്നുണ്ടോ, ഞാൻ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്യുന്ന ഇങ്ങനെ ഒരു സമചതുരം. അപ്പോൾ ഈ ചിത്രത്തിൽ എത്ര സമചതുരങ്ങളുണ്ട്? വലിയ സമചതുരങ്ങളുണ്ട്. 2 വലിയ സമചതുരങ്ങളുണ്ട്. ഡൗട്ടില്ലല്ലോ. ഈ ഒന്ന് ആദ്യത്തെ സമചതുരം അല്ലേ. പിന്നെ നമ്മൾ ഒന്നാമത്തെ റോ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു സമചതുരം കാണുന്നില്ല. ഇത് രണ്ടും വലുതല്ലേ. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ പിക്ചറിൽ എത്ര വലിയ സമചതുരം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ക്ലിയർ ആണല്ലോ. അതേപോലെ നമുക്ക് മൂന്നാമത്തതിൽ എത്ര പറയാം? നാലാമത്തതിൽ എത്ര പറയാം? ഇവിടെ 1 2 3 3 എല്ലാവരും കാണുന്നുണ്ടോ നോക്ക്. 3 പിക്ചർ, 3 സമചതുരങ്ങൾ കാണുന്നില്ലേ അല്ലേ. ഒന്ന് ഇവിടെ ഉണ്ട്, പിന്നെ ഒന്ന് സെൻറ്ററിലുണ്ട്, പിന്നെ ഒന്ന് ലാസ്റ്റ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 3 സമചതുരങ്ങളുണ്ട് മൂന്നാമത്തെ പിക്ചറിൽ, നാലാമത്തെ പിക്ചറിൽ. ക്ലിയർ ആയില്ലേ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ചെയ്തു കഴിഞ്ഞു, സിമ്പിളായിട്ട്. വലിയ സമചതുരങ്ങൾ എണ്ണി. ഇനി മൂന്നാമത്തേത് എന്താ? ആകെ എത്ര സമചതുരങ്ങളുണ്ട്? ചെറുത് വലുത് എന്നൊന്നും സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ എത്ര സമചതുരങ്ങൾ ഉണ്ടെന്ന് എഴുതണം. അത് സിമ്പിളല്ലേ. ഇത് 3 കൂടി കൂട്ടി എഴുതിയാൽ പോലെ. ഈ വാല്യൂസ് 2 കൂടെ നമ്മൾ നോക്കിയിട്ട് നോക്ക്, ഇവിടെ ടോട്ടൽ എത്ര സമചതുരങ്ങളുണ്ട്? ആകെ സമചതുരാണേ. ഇവിടെ ഒന്നും ഇവിടെ ഒന്നും, ടോട്ടൽ 2 അല്ലേ. വലുതില്ലല്ലോ. അപ്പോൾ നമുക്ക് എത്രയെന്ന് തന്നെ എഴുതാം? 2 എന്ന് തന്നെ വരും. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നോക്ക്, രണ്ടാമത്തെ പിക്ചറിലേക്ക്. ഇവിടെ ടോട്ടൽ എത്ര ഉണ്ട്? 4 ചെറിയ സമചതുരം ഉണ്ട്, ഒരു വലിയ സമചതുരം ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 4ഉം 1ഉം ടോട്ടൽ എത്ര സമചതുരങ്ങളുണ്ട്? 5 സമചതുരങ്ങളുണ്ട്. ഡൗട്ടൊന്നുമില്ലല്ലോ. ഇവിടെ നോക്ക്, ഈ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. പിന്നെ നമ്മൾ വലുത് 2 എണ്ണം പറഞ്ഞു അല്ലേ. ഇങ്ങനെ 2 എണ്ണം പറഞ്ഞു. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം വരും? 6ഉം 2ഉം 8 എണ്ണം വരും. ഇത് ചെറുത്, ഇത് വലുത്, രണ്ടും കൂടി കൂട്ടിയാൽ ടോട്ടൽ സമചതുരങ്ങളായില്ലേ അല്ലേ. അപ്പോൾ 8 എണ്ണം വരും. 8 സ്ക്വയേഴ്സ് ഉണ്ട്. ക്ലിയർ അല്ലേ. ഇനി ലാസ്റ്റ് പിക്ചറിൽ നോക്ക്, നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ചെറുത് 8 എണ്ണം ഉണ്ട്,
വലുത് 3 ഉണ്ട് അല്ലേ. അപ്പം 8ഉം 3ഉം കൂട്ടിയാൽ പോലെ ടോട്ടൽ സമചതുരങ്ങൾ കിട്ടിയില്ലേ? നമുക്ക് എത്ര കിട്ടും? 11 എന്ന് കിട്ടും. ഓക്കെ, സിമ്പിളായിട്ട് കിട്ടിയല്ലോ എല്ലാ സമചതുരങ്ങളും. ഇനി നമ്മൾ കൂട്ടി എഴുതി. ഇനി ലാസ്റ്റ് ചോദ്യത്തിൻ്റെ ലാസ്റ്റ് ഒരു പാർട്ട് നോക്ക്. ഇഫ് വി കണ്ടിന്യൂ ദ പാറ്റേൺ ഓഫ് പിക്ചേഴ്സ്, നമ്മൾ ഇതേപോലെ ചിത്രം ഇങ്ങനെ കൂട്ടി കൊണ്ടുവരിക, കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ ആർ ദ സീക്വൻസസ് എബവ് അരിത്തമെറ്റിക് സീക്വൻസസ്, നമ്മൾ എഴുതിയിട്ടുള്ള ഈ 3 ചോദ്യത്തിൻ്റെയും ഉത്തരം അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് നോക്കുന്നത്. നിങ്ങൾ നോക്ക്, ഇത് അരിത്തമെറ്റിക് ആണോ? അരിത്തമെറ്റിക് ആവാനുള്ള കണ്ടീഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? എന്തായിരുന്നു? ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടാവും അല്ലേ. അതായത് ഒരേ സംഖ്യ കൂടി പോകണം. ഇവിടെ നോക്കുക, ഒരേ സംഖ്യ ആണോ കൂടുന്നത്? 2 4 പോയാൽ എത്രയാ? 2ൻ്റെ ഡിഫറൻസ് 2 കൂട്ടി അല്ലേ. ഇവിടുന്ന് 2 കൂട്ടി, ഇവിടുന്ന് 2 കൂട്ടി. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാ? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 വരും. അപ്പോൾ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ? യെസ്, ഇറ്റ് ഈസ് എ അരിത്തമെറ്റിക് സീക്വൻസ്. അല്ലെങ്കിൽ ഇതൊരു സമാന്തര ശ്രേണിയാണ്. പൊതുവ്യത്യാസം 2 ആണ്. ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി അടുത്തത് നോക്ക്. രണ്ടാമത്തത് എന്താണോ? അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? നോക്ക്, ഇവിടെ എത്രയാണ് കൂടി പോകുന്നത്? 0നോട് 1 കൂട്ടിയപ്പോൾ 1, 1നോട് 1 കൂട്ടിയാൽ 2, 2നോട് 1 കൂട്ടിയാൽ 3 അല്ലേ. അപ്പം നമ്മളിവിടെ എത്രയാണ് കൂടി പോകുന്നത്? 1 കൂടി പോകുന്നത്. അഥവാ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് നമുക്ക് എത്രയാണെന്ന് പറയാം? കോമൺ ഡിഫറൻസ് ഈസ് 1 ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ അരിത്തമെറ്റിക് സീക്വൻസ്. അല്ലെങ്കിൽ ഇതും ഒരു സമാന്തര ശ്രേണിയാണ്. ഇവിടുത്തെ പൊതുവ്യത്യാസം 1. ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ നോക്ക്, ഇവിടുത്തെ പൊതുവ്യത്യാസം എത്രയാണ് വരിക? പൊതുവ്യത്യാസം കാണാൻ എന്ത് ചെയ്താൽ മതി? രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറച്ച് നോക്കിയാൽ മതി അല്ലേ. അപ്പം 5ൽ നിന്ന് 2 കുറച്ചാൽ എത്ര വരും? 3 എന്ന് വരും. ഇനി 8ൽ നിന്ന് 5 കുറച്ച് നോക്ക്, മൂന്നാമത്തതിൽ നിന്ന് രണ്ടാമത്തത് കുറച്ചാലും മതി. അപ്പോഴും 3 തന്നെയല്ലേ വരുന്നത്. ഈ ചോദ്യത്തിലൊക്കെ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. 1ൽ നിന്ന് 0 കുറച്ച് നോക്കുക. 1 - 0 1 എന്ന് വരും. 2 - 1 1 എന്ന് വരും അല്ലേ. അതായത് തൊട്ടടുത്തടുത്ത സംഖ്യയിൽ നിന്ന് നമ്മൾ ഡിഫറൻസ് കണ്ടാൽ, വ്യത്യാസം കണ്ടാൽ പൊതുവ്യത്യാസം കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ പൊതുവ്യത്യാസം എത്ര വന്നു? ഇവിടുന്ന് ഇങ്ങോട്ട് ചേട്ടപ്പോൾ 3 കൂട്ടി, ഇവിടുന്ന് ഇങ്ങോട്ട് ചേട്ടപ്പോൾ അഗെയിൻ 3 കൂടിയില്ലേ, പിന്നെയും 3 കൂടി. അപ്പോൾ നമുക്കറിയാം കൂടി പോകുന്ന ആ സംഖ്യയാണ് നമ്മൾ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇവിടുത്തെ പൊതുവ്യത്യാസം 3 ആണ്. ഇറ്റ് ഈസ് ഓൾസോ എ അരിത്തമെറ്റിക് സീക്വൻസ്. ക്ലിയർ ആണല്ലോ. സിമ്പിളായിട്ട് പറയാൻ പറ്റിയല്ലോ. അത് തന്നെ നമുക്കിവിടെ അല്ലേ, മലയാളത്തിലും വേറെ വ്യത്യാസമൊന്നുമില്ലല്ലോ. പൊതുവ്യത്യാസം എന്നാക്കിയാൽ മതി. ഇതൊരു സമാന്തര ശ്രേണിയാണെന്നും കിട്ടും. ക്ലിയർ അല്ലേ? എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇവിടെ നമുക്ക് ചോദ്യം കാണുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും കാണാം. ഇവിടെ നോക്ക്, എന്താ ചോദ്യം? ഇൻ ദ പിക്ചർ ബിലോ ദ പെർപെൻഡിക്കുലർസ് ഡ്രോൺ ഫ്രം ദ ബോട്ടം ലൈൻ ആർ ഈക്വലി സ്പേസ്ഡ്. അതായത് നമ്മളിവിടെ നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കാണാം? താഴെ ഇവിടെ ഒരു ബോട്ടം ലൈൻ ഉണ്ട് അല്ലേ. ഇവിടെ നമ്മൾ നേരെ വേറൊരു ലൈനും ഉണ്ട്. ഈ 2 ലൈനിൻ്റെ ഇടയിൽ നമ്മൾ വരച്ചിട്ടുള്ളത് എന്താണ്? വെറുതെ ലൈന് വരച്ചല്ല. എങ്ങനത്തെ ലൈനാ? പെർപെൻഡിക്കുലർ ലൈൻസ്. എന്താ പെർപെൻഡിക്കുലറിൻ്റെ പ്രത്യേകത? അതെ, ഒക്കെ 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. നേരെ കുത്തനായിരിക്കുന്നത് 90 ഡിഗ്രി ആയിരിക്കും എല്ലാം വരുന്നത്. പെർപെൻഡിക്കുലേഴ്സ് ആണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിനൊരു പ്രത്യേകത കൂടെ ഉണ്ട്, ഈക്വലി സ്പേസ്ഡ്. അതായത് ഇത് തുല്യ അകലത്തിലാണ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഇതിൻ്റെയൊക്കെ ഇടയിലുള്ള ഡിസ്റ്റൻസുകൾ എന്താണ്? ഈക്വൽ ആണെന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? മലയാളം വായിച്ചു നോക്ക്. ചിത്രത്തിൽ ഒരേ അകലം ഇടവിട്ടാണ് താഴത്തെ വരിയിൽ നിന്ന് ലംബങ്ങൾ വരച്ചിരിക്കുന്നത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളോടൊരു കാര്യം തെളിയിക്കാനാണ് പറഞ്ഞത്. ഇങ്ങനെ തുടരുന്ന ലംബങ്ങളുടെ ഉയരങ്ങളുടെ ശ്രേണി സമാന്തര ശ്രേണിയാണെന്ന് തെളിയിക്കണം. അതായത് നമ്മളോട് എന്താ പറഞ്ഞത്? ഇങ്ങനെ നമ്മൾ കുറേ എണ്ണം വരച്ച് പോകുന്നില്ലേ, ഈ ഹൈറ്റുകൾ കണ്ടോ? ഈ ഹൈറ്റ് ലെങ്ത് അല്ലേ, ഓരോ വാല്യൂസ് അല്ലേ ഉണ്ടാവുക. ഇതെന്താണെന്ന് തെളിയിക്കണം? സമാന്തര ശ്രേണി അഥവാ അരിത്തമെറ്റിക് സീക്വൻസ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ അല്ലേ? അരിത്തമെറ്റിക് സീക്വൻസ് ആണ് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ നീളങ്ങൾ കണ്ടുപിടിക്കേണ്ട, എന്നാലല്ലേ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് ആണ് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനവർ ഹിൻഡ് അല്ലെ, ഒരു സൂചന നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഡ്രോ പെർപെൻഡിക്കുലേഴ്സ് ഫ്രം ദ ടോപ്പ് ഓഫ് ഈച്ച് പെർപെൻഡിക്കുലർ ടു ദ നെക്സ്റ്റ് പെർപെൻഡിക്കുലർ. എന്താ പറഞ്ഞത്? ഓരോ ലംബത്തിൻ്റെയും മുകളറ്റത്ത് നിന്ന് അടുത്ത ലംബത്തിലേക്ക് എന്ത് വരച്ച് നോക്കുക? ലംബം വരച്ച് നോക്കുക. അതായത് ഇതാണ് ഒന്നാമത്തെ ലംബം അല്ലേ, ഒന്നാമത്തെ ഹൈറ്റ് പെർപെൻഡിക്കുലർ. ഇതിൻ്റെ എൻഡ് അല്ലേ ഈ പോയിന്റ് എന്ന് പറയുന്നത്. ഈ എൻഡിൽ നിന്ന് അടുത്തതിലേക്ക് ഇതേപോലെ ഒരു ലംബം എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ 90 ഡിഗ്രിയിൽ വരണം അല്ലേ. വെറുതെ ഇങ്ങനെ ചെരിച്ചും തിരിച്ചും ഒന്നും വരയ്ക്കാൻ പറ്റൂല, നേരെ കുത്തനെ വരയ്ക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ കുറച്ച് ലൈൻസ് വെച്ച് ജോയിൻ ചെയ്യാം. എന്താ അവർ പറഞ്ഞത്? ഇങ്ങനെ, അതായത്
ഈ എൻഡിൽ നിന്ന് അല്ലേ, ഈ എൻഡിൽ നിന്ന് നമ്മൾ തുടങ്ങി ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ 90 ഡിഗ്രിയിലായിരിക്കണം. അടുത്ത പെർപെൻഡിക്കുലറിൻ്റെ എൻഡിൽ നിന്ന് നമ്മളിങ്ങനെ വരയ്ക്കുക, അവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്നു. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഓരോ എൻഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയ പെർപെൻഡിക്കുലേഴ്സ് അടുത്തതിലേക്ക് വരയ്ക്കുന്നു. ഇവിടുന്ന് മിസ് ഇങ്ങനെ വരച്ചു. ഇതൊക്കെ എന്തായിരിക്കണം, 90 ഡിഗ്രിയിലുള്ള ലംബങ്ങളായിരിക്കണം. ഇത്രയേ ഉള്ളൂ. ഇവിടെ നിങ്ങളൊരു കാര്യം കാണുന്നുണ്ടോ? ഇവിടെ കുറേ ട്രയാങ്കിൾസ് ഫോം ചെയ്തത് കണ്ടോ? ഇവിടെ ഒരു ട്രയാങ്കിൾ, ഒക്കെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലേ, മട്ടത്രികോണങ്ങളാണ്. ഇതൊക്കെ തുല്യമാണെന്ന് പറഞ്ഞൂടെ, ഒക്കെ ഈക്വൽ ട്രയാങ്കിൾ ആയിരിക്കൂലേ? കാരണം ഈ ലൈന് പാരലൽ ആയിട്ടാണ് ഈ ലൈൻസ് ഒക്കെ വരുന്നത് അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞു ഈക്വൽ ഡിസ്റ്റൻസ് ആണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. ഈ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഇവിടെ വരിക. അപ്പോൾ നമുക്ക് ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ 9th പഠിച്ചിട്ടുണ്ട്. ആ കോൺസെപ്റ്റ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് എന്ത് പറയാം, ഈ ട്രയാങ്കിളൊക്കെ ഈക്വൽ ട്രയാങ്കിൾ, അതായത് തുല്യ ത്രികോണങ്ങളാണെന്ന് പറയാം. ഒക്കെ ഒരേപോലത്തെ ത്രികോണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നില്ലേ? ഒക്കെ ഒരേപോലത്തെ ത്രികോണങ്ങളാണ് വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഹൈറ്റുകൾ കണ്ടേ, അതായത് ഇതിൻ്റെ നീളങ്ങൾ കണ്ടാലല്ലേ നമുക്ക് സമാന്തര ശ്രേണിയിലാണെന്ന് തെളിയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിവിടെ വാല്യൂസ് ഒന്നും തന്നിട്ടില്ല അല്ലേ. ഡിസ്റ്റൻസ് 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്തെടുക്കണം, എക്സും വൈയും ഒക്കെ ഉപയോഗിച്ച് ചെയ്യാന്നുള്ളൊരു ഓപ്ഷനേ നമുക്കുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എക്സ് വൈ ഒക്കെ എടുക്കാൻ പോകണം. എവിടെയാണ് എക്സ് എടുക്കാൻ പോകണമെന്ന് നോക്കിക്കോ. മിസ് എന്ത് ചെയ്യുന്നു, ഈ ഫസ്റ്റ് ലൈൻ പെർപെൻഡിക്കുലർ ലൈൻ കാണുന്നില്ലേ, ഞാനിവിടെ വയലറ്റ് കളർ ആക്കിയിട്ടുള്ള ഈ ലൈന് കണ്ടോ? ഈ ലൈനെ മിസ് എന്തെന്ന് വിളിക്കുന്നു, എക്സ് എന്ന് എടുക്കുന്നു കേട്ടോ. ഇതിൻ്റെ ലെങ്ത് എത്രയാണ്, എക്സ് ആയിട്ട് എടുക്കുന്നു. ഇനി എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഇവിടെ ഒരു ലൈന് കാണുന്നുണ്ടോ? ഏത്? ഫസ്റ്റ് ഇവിടെ ഒരു ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് കണ്ടോ? അതായത് നമ്മൾ പറഞ്ഞ ഈ നമ്മൾ പുതിയതായിട്ട് വരച്ച് ചേർത്ത ഈ ട്രയാങ്കിൾസൊക്കെ ഈക്വൽ ആണെന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റിന് എന്തായിട്ടും എടുക്കുന്നു, വൈ ആയിട്ടും എടുക്കുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് എടുത്തത്, 2 ലെങ്ത്തുകളാണ് നമ്മൾ എടുത്തത്. ഒന്നാമതെടുത്തത് ഫസ്റ്റ് നമ്മൾ ഈ ട്രയാങ്കിളിലുള്ള ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഇവിടെ കാണാം സെക്കൻഡ് പിക്ചറിൽ നോക്കി, എഴുതാത്ത പിക്ചറിൽ നമ്മളെ ഒന്നാമത്തെ പെർപെൻഡിക്കുലർ ലൈനാണ് അല്ലേ. ഈ 4-5 എണ്ണം തന്നതിൽ ഒന്നാമത്തെ ലൈൻ, ആ ലൈൻ്റെ നീളം മിസ് എക്സ് ആയിട്ടും, പിന്നെ നമ്മൾ വരച്ചുണ്ടാക്കിയിട്ടുള്ള അല്ലേ രണ്ടാമതൊരു ഈ എന്ത് വരച്ചിട്ടുണ്ട്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഹൈറ്റിന് എന്തായിട്ടും എടുത്തു, വൈ ആക്കിയിട്ടും എടുത്തു. ഓക്കെ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ. അത് വൈ ആണെങ്കിൽ നിങ്ങൾ നോക്ക്, ഈ ലെങ്ത്ത് വൈ ആയിരിക്കില്ലേ. അപ്പോൾ ഇത് വൈ ആണ്, ഇത് വൈ ആണ്, ഇത് വൈ ആണ് അല്ലേ. ക്ലിയർ ആണല്ലോ. ഇനി നമ്മളിത് എങ്ങനെയാണ് തെളിയിക്കുക, നിങ്ങൾ നോക്ക്. ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഡിസ്റ്റൻസ് നോക്കിക്കേ. ഈ എക്സ് തന്നെയല്ലേ മക്കളെ ഇവിടെ ഉണ്ടാവുക, ഈ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സിൻ്റെ അതേ വാല്യൂ ഈ ഒരു ഡിസ്റ്റൻസ് തന്നെയല്ലേ ഇത്രയും ഭാഗത്തുള്ളത്. അപ്പോൾ അതിന് മിസ് എക്സ് എന്ന് എടുത്തൂടെ. ഈ മുകളിലോട്ടുള്ള ഈ പീസാണ് വൈ ആയിട്ട് വരുന്നത് അല്ലേ. പറഞ്ഞത് ക്ലിയർ അല്ലേ? അപ്പോൾ അത് എക്സ് ആയിട്ട് എടുത്തേ. ഇനി നിങ്ങൾ നോക്ക്, ഞാൻ ഇവിടെ ഇങ്ങനെ വെറുതെ ജോയിൻ ചെയ്യുന്നു, നമുക്ക് ആ ലെങ്ത്തിൻ്റെ കിട്ടാനാണ് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇത് നോക്ക്, ഇത് എക്സ് അല്ലേ നോക്ക്. ഏതാ എക്സ് പറഞ്ഞത്? ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെങ്ത്തില്ലേ, ഈ ലെങ്ത്തും അതായത് മിസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലെങ്ത്തും സെയിം അല്ലേ. അപ്പോൾ അത് എക്സ് വരും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്ക്, മിസ്സിന് ഇതേപോലെ ജോയിൻ ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ പറയാൻ പറ്റൂലേ നോക്ക്. ജസ്റ്റ് നമ്മൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരച്ച് മാറ്റുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ ഒരു ലെങ്ത്ത് വൈ ആണെങ്കിൽ ഓഫ് കോഴ്സ് ഇവിടെയും വൈ ആയിരിക്കില്ലേ അല്ലേ. അതേപോലെ ആ വൈ തന്നെ ഇവിടെ വരൂലേ. അതായത് ഈ ഡിസ്റ്റൻസ് നമ്മൾ വൈന്ന് എടുത്തു, അപ്പോൾ അതേ ഒരു ഹൈറ്റാണ് ഇവിടെ വരുന്നത്, അപ്പോൾ അതും വൈ, അതേ ഹൈറ്റാണ് ഇവിടെ വരുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നോക്ക്, ഇവിടെ വൈ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ഇവിടെയും വൈ ആവും അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്, ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ മനസ്സിലാവാൻ ഇങ്ങോട്ട് ജോയിൻ ചെയ്യുന്നു, ഈ ഹൈറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ വൈ ആയി, ഇവിടെയും വൈ ആയി, ഇവിടെയും വൈ ആയി അല്ലേ. ഇവിടെ എക്സ് വരും, ഈ ഡിസ്റ്റൻസ് എന്ത് തന്നെയാണ് വരിക, എക്സ് വരും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഫസ്റ്റ് പെർപെൻഡിക്കുലർ ലൈനുള്ള ഈ ഹൈറ്റിൻ്റെ ഇത്രയും ഭാഗങ്ങളൊക്കെ എക്സ് വരും. പിന്നെ ഈ വൈ അല്ലേ, ഇതൊക്കെ വൈകൾ വരും. ഈ വൈ തന്നെയാണ് പിന്നെ ഇങ്ങോട്ടൊക്കെ ഉള്ളത് അല്ലേ. അപ്പോൾ ഇതൊക്കെ വൈ ലെങ്ത്തുകളും വരും. കറക്റ്റായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്ക്, നമുക്ക് ഈ പെർപെൻഡിക്കുലർ ലൈൻ്റെ ഹൈറ്റ് കിട്ടിയോ നോക്ക്. എക്സ്, ഇത് എക്സ് അല്ലേ നീളം. ഇതിൻ്റെ നീളം എത്രയാണ് വരിക, ഈ ടോട്ടൽ ലെങ്ത്ത്. ഇവിടെ ഒരു എക്സും ഉണ്ട്, ഇവിടെ ഒരു വൈയും ഉണ്ട്. എക്സും വൈയും കൂട്ടിയാൽ നമ്മൾക്ക് എങ്ങനെ എഴുതാം, യെസ് എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇത് എക്സ്, ഇത് വൈ, ഇത് വൈ, എക്സ് പ്ലസ് വൈ. എക്സിനോട് എത്ര വൈ കൂട്ടും, 2 വൈ കൂടും. അപ്പോൾ നമുക്ക് ഓരോ നീളങ്ങൾ എഴുതാം അല്ലേ. അതിന് മുന്നേ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കണ്ടേ. നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചു അല്ലേ, നമ്മൾ ഈ ഹിൻഡിലുള്ള അതേ കാര്യം ഒന്ന് എഴുതി വെക്കുക, നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു എന്നുള്ള രീതിയിൽ. ഇനി നമ്മൾ എന്തിനാ എക്സ് എടുത്തത്, എന്തിനാ വൈ എടുത്തതെന്നൊന്ന് എഴുതി വെക്കാം.
ഓക്കെ, അതിൻ്റെ മുന്നേ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് കണ്ടോ ഇവിടെ വരച്ചിട്ടിരിക്കുന്നത്, ഇതൊക്കെ ഈക്വൽ ആണെന്നൊന്ന് നമുക്ക് എഴുതി വെക്കാം അല്ലെ. ഇതൊക്കെ തുല്യമായിട്ട് വരും നമ്മൾ ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എന്തെഴുതാം? ദ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ് ഫോംഡ്, അതായത് നമ്മൾ വരച്ച പോലെ അങ്ങനെ വരച്ചപ്പോഴാണ് അത് കിട്ടിയത്. ഫോം ചെയ്ത് വന്നിട്ടുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ഒക്കെ എന്താണ്? ഈക്വൽ ആണ്. അതായത് ഇവിടെ വന്നിട്ടുള്ള മട്ട ത്രികോണങ്ങൾ തുല്യമാണ്. മലയാളത്തിൽ എന്തെഴുതാം? മട്ട ത്രികോണങ്ങൾ തുല്യമാണ്. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള മട്ട ത്രികോണങ്ങൾ കേട്ടോ, വേറെ ഒന്നുമല്ല. ഇനി നമ്മൾ എന്തിന് എക്സ് ആയിട്ട് എടുത്തു, എന്തിന് വൈ ആയിട്ട് എടുത്തു എന്നൊന്ന് എഴുതി വെക്കാം. എന്തിനാണ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തത്? ലെങ്ത് ഓഫ് ദ ഫസ്റ്റ് പെർപെൻഡിക്കുലർ ലൈൻ അല്ലേ, ഇതല്ലേ നമ്മൾ എക്സ് ആയിട്ട് എടുത്തത്? ഫസ്റ്റ് പെർപെൻഡിക്കുലർ ലൈൻ അല്ലേ ഇത്? അപ്പോൾ നമുക്ക് എന്തെഴുതാം? ലെങ്ത് ഓഫ് ഫസ്റ്റ് പെർപെൻഡിക്കുലർ ലൈൻ അല്ലേ, അല്ലെങ്കിൽ മലയാളത്തിൽ എന്തെഴുതാം? ആദ്യത്തെ ലംബത്തിൻ്റെ നീളം അല്ലേ, അല്ലെങ്കിൽ ലംബം അല്ലെങ്കിൽ ഉയരം, ലംബങ്ങൾ എന്നാണ് പറഞ്ഞത്. ആദ്യത്തെ ലംബത്തിൻ്റെ നീളം സമം നമ്മൾ എന്തായിട്ടെടുത്തു? എക്സ് എന്ന് എടുത്തു. അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ, അതവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ വൈന് എടുക്കുന്നത്? ഈ വൈ എന്ന് പറയുന്നത് എന്താ സംഭവം എന്ന് ചിന്തിച്ച് നോക്ക്. നമ്മൾ വൈ ആരെയായിട്ട് എടുത്തത്? നമ്മുടെ ഫസ്റ്റ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് അല്ലേ നമ്മൾ പറയുന്നത് അല്ലേ. ഇവിടെ ഫോം ചെയ്ത ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നേരെ കുത്തനുള്ള ഈ ലൈനല്ലേ വൈ ആയിട്ട് എടുത്തത്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ എഴുതി വെക്കാം. എന്താ എഴുതുക? ദ ഹൈറ്റ് ഓഫ് the triangles ഈക്വൽ ടു വൈ അല്ലേ. എല്ലാ ട്രയാങ്കിൾസിൻ്റെയും വൈ തന്നെയല്ലേ വരിക? നിങ്ങൾ നോക്ക്, ഇത് ഹൈറ്റ് വൈ ആണ്, അതേ ഹൈറ്റ് തന്നെയല്ലേ. ട്രയാങ്കിൾസ് ഒക്കെ ഈക്വലാന്ന് നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ വൈ ആണെന്ന് നമ്മൾ ഓൾറെഡി ആദ്യം പറഞ്ഞു അല്ലേ. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ എടുത്തതൊക്കെ നമ്മൾ എഴുതി വെച്ച് ഇനി നമുക്ക് എന്ത് പറയാം? ഓരോന്നിൻ്റെയും നമ്മൾ എക്സും വൈയും എഴുതിയല്ലോ. ഓരോ പെർപെൻഡിക്കുലർ ലൈൻ്റെയും നീളം പറയണ്ടേ? ആ നീളങ്ങളല്ലേ നമ്മൾ സമാന്തര ശ്രേണിയിലാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഇതിൻ്റെ നീളം, ഇതിൻ്റെ നീളം, ഇതിൻ്റെ നീളങ്ങളൊക്കെ വരിക്ക് എഴുതണം അല്ലേ. എന്നിട്ട് സമാന്തര ശ്രേണിയാണോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ എന്ത് എഴുതുന്നു? ഫസ്റ്റത്തെ ഈ നീളം എന്താ? ഫസ്റ്റ് നീളം എന്താ പറഞ്ഞേ? ഈ പെർപെൻഡിക്കുലറിൻ്റെ നീളം നമ്മൾ എക്സ് ആണെന്ന് ഓൾറെഡി എഴുതിയില്ലേ. അത് നമുക്ക് ഒന്നുകൂടി എഴുതാം. എന്തെഴുതാം? ലെങ്ത് ഓഫ് ഫസ്റ്റ് പെർപെൻഡിക്കുലർ ലൈൻ, അതായത് അല്ലെങ്കിൽ ആദ്യത്തെ എന്താണ്? ആദ്യത്തെ ലംബം അല്ലേ. ആദ്യത്തെ ലംബം എന്താണ്? എക്സ് എന്നാണ് നീളം. അതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ. മിസ് വേണമെങ്കിൽ രണ്ടാമത്തെ പിക്ചറിൽ ഇവിടെ ഒന്ന് എഴുതാം. ഇത് എക്സ്, ഓക്കെ അല്ലേ. ഇനി നമ്മൾ ആരെ നീളം എഴുതണം? ഇതേപോലെ ഇനി നമുക്ക് റിപ്പീറ്റ് ചെയ്യണ്ട അല്ലേ. ഇതേപോലെ ലെങ്ത് ഓഫ് ദ സെക്കൻഡ് അല്ലേ, അല്ലെങ്കിൽ രണ്ടാമത്തെ ലംബം. രണ്ടാമത്തെ ലംബത്തിൻ്റെ നീളം എന്താ സംഭവിച്ചത് പറ? ഒരു എക്സും വന്നു. ഇവിടെ നോക്കുക, ശ്രദ്ധിക്കുക. ഈ എക്സും വന്നു, അതിൻ്റെ കൂടെ ഈ വൈയും വന്നില്ലേ. എക്സും വൈയും കൂടി ചേർന്നാലല്ലേ ടോട്ടൽ ലെങ്ത് ആവുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എക്സ് പ്ലസ് വൈ എന്ന് പറയാം അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. ഇനി നിങ്ങൾ പറ, തേർഡിൻ്റെത് എന്താ സംഭവിച്ചത്? സെയിം കാര്യം തന്നെ കേട്ടോ. തേർഡ് അല്ലെങ്കിൽ മൂന്നാമത്തത് എന്താ? ഒരു എക്സ് അല്ലേ. ഇവിടെ നോക്ക്, ഒരു എക്സ്, ഈ എക്സ്, പിന്നെ ഈ വൈ. അപ്പോൾ എത്ര വൈ വന്നു? ഒരു എക്സും രണ്ട് വൈയും വന്നില്ലേ. അപ്പോൾ വൈ പ്ലസ് വൈ ദിസ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2y എന്ന് എഴുതാം. തെറ്റൊന്നുമില്ലല്ലോ. വൈ പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 2y അല്ലേ. ഓക്കെ, ഇനി നമ്മൾ എന്ത് എഴുതുന്നു? ഫോർത്തിൻ്റെത് എഴുതുന്നു. നാലാമത്തെ ലംബത്തിൻ്റെ നീളം അല്ലേ. നാലാമത്തെ ലംബത്തിൻ്റെ നീളം എന്താ വരിക? ഒരു എക്സും എത്ര വൈ ഉണ്ട്? വൈ പ്ലസ് വൈ പ്ലസ് വൈ. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് പ്ലസ് 4y എന്ന് വരും. ക്ലിയർ അല്ലേ? ഇവിടെ നോക്കുക, എക്സ് പ്ലസ് 1 2 3 4 അല്ലേ.
ഓക്കെ, നാലാമത്തതിന് മുന്നേ നമ്മൾ ഒരു മിനിറ്റ്, നാലാമത്തതിൽ എത്ര ശ്രദ്ധിക്കുക. ഇവിടെ മിസ് പറഞ്ഞതൊന്നും മാറിയിട്ടുണ്ട്. നാലാമത്തെ പിക്ചർ നമ്മളൊന്ന് എണ്ണി നോക്കിയേ. നമ്മൾ നാലാമത്തെ ലംബം ആരാ? 1 2 3 4. ഇതാണ് നാലാമത്തത് അല്ലേ. ഇതിൽ ഒരു എക്സും എത്ര വൈയും വരുന്നുണ്ട്? 3 വൈയാണ് അല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നു? എക്സ് പ്ലസ് 3y. പ്രശ്നമൊന്നുമില്ലല്ലോ, 3 വൈ കൂട്ടുന്നു. ഇനി നമ്മൾ എന്താ അഞ്ചാമത്തെ ലാസ്റ്റ് ഹൈറ്റ് എന്താ വരുന്നത്? ഈ ലാസ്റ്റ് ഒരു എക്സും 4 വൈകൾ അല്ലേ. ആ വൈകളെ ലെങ്ത്ത് നമ്മൾ എങ്ങനെയാണ് വന്നതെന്ന് ഓൾറെഡി പറഞ്ഞു, നോക്കുക. അപ്പം ഒരു എക്സ് 4 വൈ. ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ എല്ലാത്തിൻ്റെയും നീളം എഴുതി വെച്ചാലോ, ഡൗട്ടൊന്നുമില്ലല്ലോ. ഇത് എക്സ് പ്ലസ് വൈ കിട്ടി, ഇത് എക്സ് പ്ലസ് 2y കിട്ടി, ഇത് എക്സ് പ്ലസ് 3y കിട്ടി, ഇത് എക്സ് പ്ലസ് 4y കിട്ടി. എല്ലാ നീളവും നമ്മൾ ഇവിടെ ഞാൻ രണ്ടാമത്തേതിൽ ഇത് മാത്രമായിട്ട് മിസ് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി നിങ്ങളോട് ചോദിച്ചത് നമ്മൾ ഈ എഴുതി വെച്ചതൊക്കെ എന്താണോന്നാണ് ചോദിച്ചത്? ഒരു സമാന്തര ശ്രേണിയാണോന്നാ ചോദിച്ചത് അല്ലേ. സമാന്തര ശ്രേണിയാണോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിവിടെ പൊതുവ്യത്യാസം അല്ലേ, കോമൺ ഡിഫറൻസ് ഉണ്ടോ നോക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഈ സീരീസിന് എന്ത് ചെയ്യുന്നു? അതായത് ഈ ശ്രേണിയെ ഒന്നുകൂടെ എഴുതിയെടുക്കുന്നു. എന്താ നമ്മുടെ ശ്രേണി? ആദ്യം എക്സ് ആയിരുന്നു നീളം, പിന്നെ എക്സിനോട് വൈ കൂട്ടി, പിന്നെ എക്സിനോട് 2 വൈ വന്നു, പിന്നെ എക്സിനോട് 3 വൈ കൂട്ടിയില്ലേ, പിന്നെ എക്സിനോട് 4 വൈ. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോലെ. അപ്പോൾ നമ്മൾ എക്സെട്രാന്ന് ഇടും അല്ലേ. ശ്രേണിക്ക് എപ്പോഴും ഇങ്ങനെ കുത്തിടും, എക്സെട്രാന്ന് വരും, ഒരു സ്റ്റോപ്പ് ചെയ്യുന്നില്ല. നിങ്ങൾ പറ, ഇവിടെ എത്രയാണ് കൂടി പോകുന്നത്? ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാ? നിങ്ങൾക്കറിയാം, കോമൺ ഡിഫറൻസ് കാണാൻ അല്ലെ പൊതുവ്യത്യാസം കാണാൻ നമ്മൾ എന്താ ചെയ്യുക? രണ്ടാമത്തതിൽ നിന്ന് ഒന്നാമത്തത് കുറച്ച് നോക്കൂ അല്ലേ, ഒന്നാമത്തെ ടേം. അപ്പോൾ എക്സ് പ്ലസ് വൈയിൽ നിന്ന് ഒന്നാമത്തത് ആരാ? എക്സ് അല്ലേ. എക്സ് പ്ലസ് വൈയിൽ നിന്ന് എക്സ് കുറച്ചാൽ എത്രയാ? നോക്ക്, എക്സും തമ്മിൽ കട്ടായിപ്പോൾ അല്ലേ. എക്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 0 ആയില്ലേ. പിന്നെ ആരാ ബാക്കിയുള്ളത്? വൈ ആണ് ബാക്കിയുള്ളത്. ഇനി അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, എക്സിനോട് ഒരു വൈ കൂടി. ഇവിടെ എത്തിയപ്പോൾ 2 വൈ ആയി, ഇവിടെ എത്തിയപ്പോൾ 3 വൈ ആയി. അതായത് ഓരോന്ന് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ഓരോ വൈ അല്ലേ കൂടുന്നത്. ആ കൂടുന്ന ആളെയല്ലേ നമ്മൾ പൊതുവ്യത്യാസം എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടുത്തെ പൊതുവ്യത്യാസം ആരാന്ന് നമുക്ക് കിട്ടി? വൈ ആണ് കിട്ടി. ക്ലിയർ ആണല്ലോ? പൊതുവ്യത്യാസം സമം വൈ. അപ്പോൾ നമുക്ക് ഇതെന്താണ്? ഇതൊരു സമാന്തര ശ്രേണിയാന്ന് പറഞ്ഞൂടെ? ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഇതൊരു സമാന്തര ശ്രേണിയാണ്. അഥവാ ഇതെന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ. ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ക്ലിയർ അല്ലേ? സിമ്പിളായിട്ട് പറഞ്ഞൂടെ? അപ്പോൾ പറഞ്ഞതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നമ്മൾ ചിത്രത്തിൽ ജസ്റ്റ് ഇതിനൊരു എക്സ് എടുത്തു എന്ന് മനസ്സിലാക്കി വെക്കുക, ഈ ഹൈറ്റിനെ വൈ എടുത്തു എന്ന് മനസ്സിലാക്കുക. പിന്നെ അതിനനുസരിച്ച് ഈ ഹൈറ്റുകൾ നമ്മളിവിടെ എഴുതി കൊടുത്താൽ സിമ്പിളായിട്ട് കാര്യം കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഈ ഭാഗത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അടുത്ത ടോപ്പിക്കിൽ നമുക്ക് സബ് ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്